യൂറോപ്പിലെ വമ്പൻ ശക്തികൾ ഒന്നിച്ചിട്ടും പരാജയപ്പെട്ട ഒരു സ്വപ്നം. ഏകദേശം 5 ലക്ഷം കോടി രൂപയുടെ പ്രോജക്റ്റ് ഒറ്റ രാത്രി കൊണ്ട് തകർന്ന് തരിപ്പണമായ വാർത്തയാണ് ഇപ്പോൾ ആഗോളതലത്തിൽ ചർച്ചയാകുന്നത്. ജർമ്മനിയും സ്പെയിനും ഫ്രാൻസും ചേർന്ന് ഉണ്ടാക്കാൻ ശ്രമിച്ച യൂറോപ്പിന്റെ 6ാം തലമുറ വിമാനം അഥവാ FCAS പ്രോജക്റ്റ് പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. എന്നാൽ കഥ ഇവിടെ തീരുന്നില്ല. യൂറോപ്പ് കൈവിട്ട ഈ വമ്പൻ പ്രോജക്റ്റ് വിജയത്തിലേക്ക് എത്തിക്കാൻ ഫ്രഞ്ച് വിമാന നിർമ്മാണ കമ്പനിയായ ദസോ ഏവിയേഷൻ നോക്കുന്നത് ഏഷ്യയിലേക്കാണ്. അതെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതം വളർത്തിയെടുത്ത വമ്പൻ വ്യവസായ ശക്തിയിലേക്കാണ് അവർ നോക്കുന്നത്. എന്താണ് ഇതിനു പിന്നിലെ യഥാർത്ഥ കാരണം? ഇന്ത്യ ഈ ചരിത്രപരമായ അവസരം എങ്ങനെയാണ് സ്വന്തമാക്കാൻ പോകുന്നത്? വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. വാർത്ത ഞാൻ വിശദമാക്കാം. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. 2017 ഫ്രാൻസും ജർമ്മനിയും സ്പെയിനും ചേർന്ന് ഭാവി തലമുറയുടെ പോർ വിമാനം നിർമ്മിക്കാനായി ഒരുമിച്ചത്. എന്നാൽ വ്യവസായ പങ്കാളിത്തത്തിലെ തർക്കങ്ങളും വിമാനത്തിന്റെ വലുപ്പത്തെ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അതൊക്കെ കാരണം ഈ പദ്ധതി ഇപ്പോൾ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുകയാണ്. ഫ്രാൻസിന് വേണ്ടത് വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് പോലും ഇറങ്ങാൻ കഴിയുന്ന ഭാരം കുറഞ്ഞ എന്നാൽ സാങ്കേതികമായി വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു സൂപ്പർ വിമാനമാണ്. ഇനി യൂറോപ്പിലെ കൂട്ടുകെട്ടിന് കാത്തു നിൽക്കാതെ യൂറോപ്പിന് പുറത്തുള്ള രാജ്യങ്ങളുമായി കൈകോർക്കാൻ ഫ്രാൻസ് ഒരുങ്ങുകയാണെന്ന വലിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഫ്രാൻസ് ആഗോളതലത്തിൽ പങ്കാളികളെ തിരയുമ്പോൾ ഏറ്റവും മുന്നിൽ ഉയർന്നു കേൾക്കുന്ന പേര് നമ്മുടെ ഭാരതത്തിൻ്റെതാണ്. അതിന് കാരണങ്ങൾ പലതാണ്. ഒന്നാമതായി നരേന്ദ്രമോദി സർക്കാരിൻ്റെ ശക്തമായ മേക്ക് ഇൻ ഇന്ത്യ നയം തന്നെയാണ്. ഇന്ത്യക്ക് ഇപ്പോൾ വെറുമൊരു സാങ്കേതിക വിദ്യ വാങ്ങുന്ന ആളാകണ്ട, പകരം വിമാനങ്ങൾ സ്വന്തമായി നിർമ്മിക്കുന്ന വൻ ശക്തിയായി മാറണം. ഇന്ത്യ ഇതിനോടകം തന്നെ തദ്ദേശീയമായി AMCA എന്ന 6ാം തലമുറ പദ്ധതിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഫ്രാൻസിന്റെ ഈ വമ്പൻ നീക്കം. റഫാൽ വിമാന ഇടപാടിലൂടെ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള നയതന്ത്ര സൗഹൃദം എത്രത്തോളം ശക്തമാണെന്ന് ലോകം കണ്ടതുമാണ്. ഫ്രാൻസിന് സാങ്കേതിക വിദ്യയുണ്ട്, എന്നാൽ നിർമ്മാണ ചെലവ് പങ്കുവയ്ക്കാനും ലോകോത്തര നിലവാരത്തിലുള്ള നിർമ്മാണ ശൃംഖല നൽകാനും ഇന്ത്യയേക്കാൾ മികച്ചൊരു പങ്കാളി ഇന്ന് ആഗോളതലത്തിൽ വേറെ ഇല്ല എന്നതും നമുക്ക് അഭിമാനത്തോടു കൂടി ഉച്ചത്തിൽ വിളിച്ച് പറയാവുന്ന ഒരു വസ്തുതയാണ്. ഇനി പുതിയൊരു വിമാനം 0-ൽ നിന്ന് നിർമ്മിക്കാൻ വൈകുകയാണെങ്കിൽ ഫ്രാൻസിന്റെ പക്കൽ മറ്റൊരു വമ്പൻ പ്ലാൻ കൂടിയുണ്ട്. സൂപ്പർ റഫേൽ. നിലവിലെ റഫേൽ വിമാനങ്ങളിൽ അത്യാധുനിക നെക്സ്റ്റ് ജനറേഷൻ സാങ്കേതിക വിദ്യകൾ കൂട്ടിച്ചേർത്ത് കൂടുതൽ ശക്തമാക്കുന്ന ഒരു പദ്ധതിയാണിത്. 2031 ഇതിൻ്റെ ട്രയലുകൾ ആരംഭിക്കാനാണ് ദസോ ലക്ഷ്യമിടുന്നത്. ഇന്ത്യൻ വ്യോമസേനയിൽ ഇതിനോടകം തന്നെ റഫാൽ യുദ്ധവിമാനങ്ങൾ ഉള്ളതുകൊണ്ട് ഈ സൂപ്പർ റഫാൽ പദ്ധതിയിലോ അല്ലെങ്കിൽ പുതിയ 6ാം തലമുറ പദ്ധതിയിലോ ഇന്ത്യ പങ്കാളിയായാൽ അത് ഭാരതത്തിൻ്റെ വ്യോമയാന മേഖലയ്ക്ക് നൽകുന്ന കരുത്ത് ചെറുതൊന്നുമായിരിക്കില്ല. ശത്രു രാജ്യങ്ങളുടെ ഒരു റഡാറിലും പെടാതെ കുതിച്ചു വരാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തുവാൻ പോകുന്നത് എന്ന് പറയേണ്ടി വരും. പണ്ടൊക്കെ വിദേശ രാജ്യങ്ങൾ വികസിപ്പിച്ചിരുന്ന വിമാനങ്ങൾ വലിയ തുക നൽകി വാങ്ങുക എന്നത് മാത്രമായിരുന്നു നമ്മുടെ മുന്നിലുള്ള ഒരു ഓപ്ഷൻ. എന്നാൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഉറച്ച നിലപാടുകൾ കാരണം തുല്യ പങ്കാളിത്തം നൽകിയാൽ മാത്രം സഹകരണം എന്ന ശക്തമായ നിലപാടിലാണ് നമ്മുടെ ഇന്ത്യ ഇപ്പോൾ. ഇന്ത്യയുടെ വൻകിട വ്യവസായ ശേഷിയും വിദഗ്ധരായ എഞ്ചിനീയർമാരുടെ കരുത്തും ഇന്ന് ലോകം അംഗീകരിച്ചു കഴിഞ്ഞു. ഫ്രാൻസിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഇന്ത്യയെ ഒഴിവാക്കി ഒരു തീരുമാനമെടുക്കാൻ അവർക്ക് സാധിക്കില്ല എന്നതും എടുത്തു തന്നെ പറയണം. ഒരു വശത്ത് UK-യും ഇറ്റലിയും ജപ്പാനും ചേരുന്ന GCAP പ്രോജക്റ്റ് മുന്നേറുമ്പോൾ മറുവശത്ത് ഫ്രാൻസ് ഇന്ത്യ കൂട്ടുകെട്ട് വന്നാൽ അത് ലോക പ്രതിരോധ രംഗത്തെ തന്നെ ഏറ്റവും വലിയ ശക്തിയായി മാറുമെന്നത് ഒരു സംശയവും കൂടാതെ പറയാവുന്ന ഒരു വസ്തുതയാണ്. ഭാരതം ഒരു ആഗോള നിർമ്മാണ കേന്ദ്രമായി മാറുന്ന കാഴ്ചയാണ് നാം ഇന്ന് കാണുന്നത്. ഇന്ത്യ ഫ്രാൻസുമായി ചേർന്ന് ഈ 6ാം തലമുറ യുദ്ധവിമാന പദ്ധതിയിൽ പങ്കാളിയാകുമോ, അതോ പൂർണ്ണമായും സ്വന്തം തദ്ദേശീയ പദ്ധതിയായ AMCAയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും മറ്റു നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ജയ് ഹിന്ദ്.